അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫിറ്ററിൻ്റെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ്. അപ്പോൾ ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്, ദ മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ് ഈസ് കോൾഡ്. മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ് ഈസ് കോൾഡ്. എ പീന്, ബി ഫേസ്, സി ഐ ഹോള്, ഡി ചീക്ക്. അപ്പോൾ മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡിന്റെ മിഡിൽ പോർഷൻ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹാമറിന്റെ ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ പാർട്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ചീക്കാണ് ആൻസർ വരുന്നത്. ജസ്റ്റ് നമുക്ക് ഹാമറിന്റെ ഭാഗങ്ങൾ നോക്കാം. ഇത് ജസ്റ്റ് ഹാമറിന്റെ ഹാൻഡിലാണ്. ഹാൻഡിലിൻ്റെ കൂടുതൽ ഹാൻഡിൽ ഗ്രിപ്പ് ഉണ്ടായിരിക്കും. ഗ്രിപ്പ് ഇല്ലാത്തതും നമുക്ക് കാണാൻ പറ്റും. ഗ്രിപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹാമറിന്റെ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ ഫേസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഏതാണോ വരുന്നത് അതിന് പീനാണെങ്കിൽ പീന് വരും. ഇത് ക്ലോ ഹാമർ ആയതുകൊണ്ടാണ് ക്ലോ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ബോൾ പീന് വരാം, ക്രോസ് പീന് വരാം. എന്തായാലും ഇവിടെ നമുക്ക് പീൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതേപോലെ തന്നെ സെൻറ്റർ ഭാഗത്തെ ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ചീക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഐ ഹോൾ എന്നുള്ള രീതിയിലും നമ്മൾ ഐ അല്ലെങ്കിൽ ഐ ഹോൾ എന്നുള്ള രീതിയിലും പറയാറുണ്ട് ഹാമറിന്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ചീക്കാണ്. അപ്പോൾ സെൻട്രൽ പോർഷൻ ഹാമറിന്റെ ഹെഡിന്റെ സെൻട്രൽ പോർഷനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചീക്കാണ് ആൻസർ വരിക. അപ്പോൾ ഫിറ്ററിന്റെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 11 അപ്പോൾ നിങ്ങൾ ഈ ഫിറ്ററിന്റെ ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫുള്ളി സിലബസിലെ 10 മൊഡ്യൂളും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ കണ്ടന്റ്സ്, അതോടൊപ്പം തന്നെ അതിന്റെ PDF നോട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള MCQs എല്ലാം തന്നെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The bench vices are specified by the option A, length of the fixed jaw, option B, length of spindle, option C, moving distance of movable jaw, option D, width of jaw. അപ്പോൾ നമ്മളൊരു ബെഞ്ച് വൈസിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ബെഞ്ച് വൈസിൽ പല സൈസിലുള്ള വൈസുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഇതിനെ എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണെന്നാണ്. അത് ഫിക്സഡ് ജോയിന്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ സ്പിൻഡിലിന്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണോ, മൂവബിൾ ജോയിന്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നില്ല മൂവിങ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണോ, അതോ ജോയിന്റ് വിഡ്ത്തിനെ ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വിഡ്ത്ത് ഓഫ് ജോ ആണ്. നമ്മളൊരു വൈസിന്റെ വിഡ്ത്ത് ഓഫ് ജോന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ നമ്മൾ എന്ത് വരുന്നത്, ഈ ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ബെഞ്ച് വൈസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് വിഡ്ത്ത് ഓഫ് ജോ എന്നുള്ളത്. ഇപ്പൊ നമുക്ക് അതിന്റെ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്കൊരു ഫിക്സഡ് ജോ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു മൂവബിൾ ജോ ഉണ്ടായിരിക്കും. ആ മൂവബിൾ ജോക്ക് വേണ്ടി ഇതിന്റെ അകത്തൊരു സ്പിൻഡിൽ ഉണ്ടായിരിക്കും അല്ലെ. ഇതിന്റെ അകത്താണ് സ്പിൻഡിൽ ഉണ്ടാവും. പിന്നെ ഹാൻഡിൽ ഉണ്ട്, മൂവബിൾ ജോ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹാർഡ് ആയിട്ടുള്ള ജോമെട്രി, നമ്മളുടെ ഒരു ഗ്രിപ്പുള്ള ഒരു ഹാർഡ് ജോ അതിന്റെ ഫേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ വർക്ക് പീസൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബെഞ്ചിൽ നെറ്റ് ബോൾട്ട് മെക്കാനിസം ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മളുടെ ഒരു വൈസിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോമ്പിനേഷൻ പ്ലേയേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ. നമുക്കറിയാം ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹാൻഡ് ടൂൾസിനെ കുറിച്ചാണ് കൂടുതൽ ചോദിക്കുന്നത് അല്ലെ. കോമ്പിനേഷൻ പ്ലേയേഴ്സ് ആർ യൂസ്ഡ് ഫോർ. കോമ്പിനേഷൻ പ്ലേയേഴ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എ കട്ടിങ്, ബി ഹാമറിങ്, സി ഹോൾഡിങ്, ഡി ട്വിസ്റ്റിങ്. അപ്പോൾ കോമ്പിനേഷൻ പ്ലേയേഴ്സ് നോട്ട് യൂസ്ഡ് ഫോർ എന്നാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് യൂസ് ചെയ്യാത്തത്, ഇതിൽ ഏതെല്ലാം പ്രൊസനാണ് കോമ്പിനേഷൻ പ്ലെയർ യൂസ് ചെയ്യാത്തതാണ്. നമുക്കറിയാം കോമ്പിനേഷൻ പ്ലെയറിന് ഒരു കട്ടിങ് അടിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, അത് നമുക്ക് പിടിക്കാൻ പറ്റും അല്ലേ. ഒരു ഗ്രിപ്പിൽ ഒരു ഏരിയ ഉണ്ട്, പിടിക്കാൻ പറ്റും, അത് പിടിച്ച് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഹാമറിംഗ് ആണ് അല്ലെ. നോട്ട് യൂസ്ഡ് ഫോർ ആണ് ചോദിച്ചിട്ടുള്ളത്, ഹാമറിംഗ് ആണ്. കോമ്പിനേഷൻ പ്ലെയർ കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാമർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാമറിംഗ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ കോമ്പിനേഷൻ പ്ലെയറിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഹാൻഡിൽ അതിനുള്ളിൽ ഇവിടെ ഒരു കട്ടിങ് അടിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും, ഇവിടെ നമുക്കൊരു പൈപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രിപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു എൻഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു പിവട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതിൽ വെച്ചിട്ടായിരിക്കും പ്ലെയർ പോകുന്നത്. കോമ്പിനേഷൻ പ്ലെയർ എല്ലാവർക്കും അറിയുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ട് അല്ലേ. കോമ്പിനേഷൻ പ്ലെയർ, നോസ് പ്ലെയർ, സർക്കിൾ പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which screwdriver is used for driving star headed screw?
ഓപ്ഷൻസ് എ കണക്ടർ സ്ക്രൂ ഡ്രൈവർ, ഓപ്ഷൻ ബി ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ, ഓപ്ഷൻ സി ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, ഓപ്ഷൻ ഡി ഇൻസുലേറ്റഡ് സ്ക്രൂ ഡ്രൈവർ. അതായത് സ്ക്രൂ ഡ്രൈവർ ഏത് സ്ക്രൂ ഡ്രൈവറിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്? കണക്ടിങ് ഡ്രൈവിംഗ് സ്റ്റാർ ഹെഡഡ് സ്ക്രൂ, സ്റ്റാർ ഹെഡ് ആയിട്ടുള്ള സ്ക്രൂവിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തിരിക്കാനും ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഏത് സ്ക്രൂ ഡ്രൈവറാണ് ഇതിൽ ഉപയോഗിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്ക്രൂ ഡ്രൈവറിന്റെ എൻഡ് നോക്കിയിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട്. അതായത് ഫ്ലാറ്റ് ഹെഡ് ഉണ്ട്, ഫിലിപ്സ് ഉണ്ട്, ടോർസ് ഉണ്ട്, അങ്ങനെ ഹെക്സ്, അങ്ങനെ പല ടൈപ്പിലുള്ള എന്തുണ്ട് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ആൻസർ ഇതാണ് അല്ലേ, പ്ലസ് ആയിട്ടില്ല, അതായത് സ്റ്റാർ ആകൃതിയിലുള്ളത് നമുക്കാണ് ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് നാരോ സ്റ്റീൽ റൂൾ? നാരോ സ്റ്റീൽ റൂളിന്റെ വിഡ്ത്ത് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ എ 3 മില്ലിമീറ്റർ, ഓപ്ഷൻ ബി 4 മില്ലിമീറ്റർ, ഓപ്ഷൻ സി 5 മില്ലിമീറ്റർ, ഓപ്ഷൻ ഡി 6 മില്ലിമീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റീൽ റൂളിന്റെ നാരോ സ്റ്റീൽ റൂളിന്റെ വിഡ്ത്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 5 മില്ലിമീറ്റർ ആണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Tri-square is used to set work pieces of right angles on. Tri-square എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാവും. Tri-square is used to set work pieces on right angle on blade. ഓപ്ഷൻ ബി മെഷീൻസ്, ഓപ്ഷൻ സി സർഫസസ്, ഓപ്ഷൻ ഡി വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ് അല്ലേ. ട്രൈസ്ക്വയർ എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ട്രൈസ്ക്വയറിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണ് ഉണ്ടാകുക. ഒന്നാമത്തെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും, രണ്ടാമത്തെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ബ്ലേഡ് എന്ന് പറയും അല്ലേ. സ്റ്റോക്കും ബ്ലേഡും പറയും. ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി എന്ത് ഉപയോഗിക്കുന്നത്? ട്രൈസ്ക്വയർ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വിച്ച് പാർട്ട് ഓഫ് ദി പ്രിസിഷൻ സ്ട്രേറ്റ് എഡ്ജ് ഈസ് ജനറലി ലാപ്ഡ്? പ്രിസിഷൻ സ്ട്രേറ്റ് എഡ്ജിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വിച്ച് പാർട്ട് ഓഫ് ദി പ്രിസിഷൻ സ്ട്രേറ്റ് എഡ്ജ് ഈസ് ജനറലി ലാപ്ഡ്? ഓപ്ഷൻ എ ബേസ് ആൻഡ് എഡ്ജസ് ബോത്ത്, ഓപ്ഷൻ ബി ബേസ് ഓൺലി, ഓപ്ഷൻ സി എഡ്ജസ് ഓൺലി, ഓപ്ഷൻ ഡി ആൾ ഓവർ ദി സർഫസ്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്, എഡ്ജസ് ഓൺലി ആണ് ആൻസർ വരിക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബിവൽ ഈസ് യൂസ്ഡ് ഫോർ. ബിവൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചത് കേട്ടോ. ബിവൽ ഗേജ്. ഓപ്ഷൻ എ കട്ടിംഗ് ടിമ്പർ, ഓപ്ഷൻ ബി കട്ടിംഗ് വുഡ്, ഓപ്ഷൻ സി സെറ്റിംഗ് ആംഗിൾസ് ഓൺ അതർ ദാൻ എ റൈറ്റ് ആംഗിൾ, ഓപ്ഷൻ ഡി സെറ്റിംഗ് റൈറ്റ് ആംഗിൾ. 4 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ബിവൽ ഈസ് യൂസ്ഡ് ഫോർ, ബിവൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സെറ്റിംഗ് ആംഗിൾസ് അതർ ദാൻ എ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ അല്ലാതെ ഒരു വേറെ രീതിയിലുള്ള ഒരു ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിവൽ യൂസ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഇത് ലാസ്റ്റ് വന്നൊരു എക്സാമിൽ ഒരു ക്യാൻസൽ ആയി പോയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇത് ചലഞ്ച് ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് റൈറ്റ് ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിട്ടുണ്ടായിരുന്നു? ലാസ്റ്റ് ആയത് ഫൈനൽ ആൻസർക്ക് വന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഗ്രി ഓഫ് closeness of the measured value of a certain quantity with its true value is known as. The degree of closeness of measured value of a certain quantity with its true value is known as. Option A accuracy, option B precision, option C sensitivity, option D standard. അപ്പോൾ ഒരു ക്ലോസ്നെസ്, ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ടു മെഷേർഡ് വാല്യൂ. അപ്പോൾ നമുക്കിതിൽ അക്യുറസി ആണോ പ്രിസിഷൻ ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ വരാം. അപ്പോൾ നമുക്കിതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? അക്യുറസി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അക്യുറസി ആണ് അതിന് പറയാം. നമുക്ക് അക്യുറസി എന്താ പ്രിസിഷൻ എന്താണെങ്കിലും കൂടി നോക്കാം. അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്ലോസ്നെസ് ഓഫ് ട്രൂ വാല്യൂ. ഇറ്റ് ഈസ് എ ക്ലോസ്നെസ് ഓഫ് ട്രൂ വാല്യൂ ആണ് അക്യുറസി എന്ന് പറയുന്നത്. എന്താണ് പ്രിസിഷൻ എന്ന് പറയുന്നത്? ദ മോസ്റ്റ് റിപ്പീറ്റബിൾ വാല്യൂ ഓഫ് ദി റീപ്രൊഡ്യൂസിബിൾ വാല്യൂ ഔട്ട് ഓഫ് ദി സെറ്റ് ഓഫ് റെക്കോർഡ്സ്. നമ്മൾ ഒന്നിലധികം സെറ്റ് ഓഫ് റെക്കോർഡ്സ് എടുക്കുക, ഒരു 1, 2, 3, 4 തവണ നമ്മൾ ചെയ്യുക. അതിൽ മോസ്റ്റ് റിപ്പീറ്റബിൾ ആയിട്ടുള്ള വാല്യൂ, അതിന് ഏറ്റവും അടുത്ത് കിട്ടാവുന്ന അല്ലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പീറ്റ് ആയിട്ട് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആ ട്രൂ ആയിട്ടുള്ള വാല്യൂ, ഇപ്പൊ നമുക്ക് 10.05 മില്ലിമീറ്റർ ആണ് നമ്മളെ വാല്യൂ എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ക്ലോസ് ആയിട്ട് കിട്ടുന്ന വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്യുറസി എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അക്യുറസി എന്താ, പ്രിസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് മെഷേർഡ് വാല്യൂ
ഓഫ് ദി സെർട്ടൻ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് അക്യുറസി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 യാർഡ് ഈസിക്കൽ ടു എത്ര ഇഞ്ചാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മെഷർമെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർഷവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഏത് എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിലും. അതായത് 1 സെന്റിമീറ്റർ എത്ര ഇഞ്ചാണ്, അല്ലെങ്കിൽ 1 ഇഞ്ച് എത്ര മില്ലിമീറ്റർ ആണ്, അല്ലേ? അങ്ങനെ നോർമലി ചോദിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും ചോദിക്കുന്നതാണ്, യാർഡായിട്ടും ഹെക്ടർ ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ 1 യാർഡ് എത്ര ഇഞ്ചാന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 36, ഓപ്ഷൻ ബി 38, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 42. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 36 ആണ്. 1 യാർഡ് എന്ന് പറയുന്നത് 36 ഇഞ്ചസ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കി അടുത്ത മൊഡ്യൂളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്